ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ 25 പേർ മരിച്ചു. 25ഓളം പേരെ കാണാതായി. അതിശക്തമായ കാറ്റിലും ന്യൂജേഴ്സിയിൽ 3 പേർ മരിച്ചു. അഷിത PS നമുക്കൊപ്പം വിവരങ്ങൾ നൽകാൻ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുകയാണ്. അഷിത, വലിയ പ്രളയമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. കൃത്യമായ പ്രളയ മുന്നറിയിപ്പുകളൊന്നും ലഭിച്ചിരുന്നില്ലേ ഈ ടെക്സസിൽ? ബിനിൽ, എന്തായാലും വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുന്നു. ജൂലൈ 4 അമേരിക്കയുടെ സ്വാതന്ത്ര്യ ദിനമായിരുന്നു. അതിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നതിനിടെയാണ് രാജ്യത്ത് വലിയൊരു ദുരന്തം, ഒരു പ്രളയം ഉണ്ടായിരിക്കുന്നത്. ടെക്സസിൽ ആദ്യമുണ്ടായിരുന്ന റിപ്പോർട്ട് 13 മരണമായിരുന്നു. എന്നാൽ അത് മരണസംഖ്യ ഉയർന്നിരിക്കുന്നു. ഇപ്പോൾ 24 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഈ ടെക്സസിൽ സമ്മർ ക്യാമ്പ് ഉൾപ്പെടെ നടന്നിരുന്നു പെൺകുട്ടികളുടെ. അതിനായി എത്തിയ 25 പെൺകുട്ടികളെ ഇപ്പോൾ കാണാതായിട്ടുണ്ട്. മറ്റ് ചിലവരെയും കാണാതായിട്ടുണ്ട്. ഇവർക്കായിട്ടുള്ള തെരച്ചിലും തുടരുകയാണ്. 230-ലേറെ പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് ടെക്സസ് ഭരണകൂടം അറിയിക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകിട്ടോടെ, വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് വലിയൊരു ദുരന്തം ഉണ്ടാകുന്നത്. കാരണം പെട്ടെന്നായിരുന്നു ഇവിടെ കനത്ത മഴ തുടരുകയായിരുന്നു. ഏതാനും ദിവസങ്ങളായിട്ട് മഴ കനത്തതോടെ ഏകദേശം 45 മിനിറ്റിനിടെ 26 അടിയോളമാണ് നദിയിലെ ജലനിരപ്പ് ഉയർന്നത്. അങ്ങനെ ഈ ഗ്വാഡൽപേ നദിയിലെ ജലനിരപ്പ് ഉയർന്നതോടെയാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നത്. എന്തായാലും ഇപ്പോൾ 24 പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇത് ടെക്സസ് ഗവർണർ ഗ്രെഗ് അബ്രോട്ട് തന്നെയാണ് ഇപ്പോൾ മരണസംഖ്യ സ്ഥിരീകരിച്ചിരിക്കുന്നത്. തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും എല്ലാം ഇവിടെ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും സ്വാതന്ത്ര്യദിന ആഘോഷങ്ങൾക്കിടെ ഇത്തരം ഒരു ദുരന്തമുണ്ടായത് അത് രാജ്യത്തിന് വലിയൊരു ഭീകരമായ ഞെട്ടലാണ് നൽകിയിരിക്കുന്നതെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് ടെക്സസിലെല്ലാം ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. ഈ സമ്മർ ക്യാമ്പിന് എത്തിയവരാണെങ്കിലും അവരോടൊന്നും ഈ കുടുംബാംഗങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എവിടെയാണ് എന്നതിനെക്കുറിച്ച് ഇപ്പോൾ യാതൊരു ചിത്രവും ഇല്ല എന്ന് വേണം തന്നെ പറയാൻ. എന്തായാലും ഡ്രോണുകളും ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ എന്തെങ്കിലും തുമ്പ് കണ്ടെത്താനാവുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പോൾ കുടുംബാംഗങ്ങളുള്ളത്, ടെക്സസ് ഭരണകൂടമുള്ളത്. അഷിത, ഒരു കാര്യം കൂടി, അതായത് ഈ ടെക്സസിനൊപ്പം തന്നെ ന്യൂജേഴ്സിയിലും വലിയ ശക്തമായ മഴയും കാറ്റും എല്ലാം ഉണ്ടായിട്ടുണ്ടല്ലോ. അവിടെ 3 മരണം ഉണ്ടായി. ഏതാണ്ട് മൈലുകൾ അപ്പുറേ, ഏതാണ്ട് 26 മണിക്കൂർ ദൈർഘ്യമുള്ള യാത്രയുള്ള സ്ഥലമാണ്. അതായത് ഒരുപാട് ദൂരത്തിൽ ഉള്ള മറ്റൊരു സ്ഥലത്താണ് സമാനമായ അപകടമുണ്ടായത്. അമേരിക്കയിൽ ഏതെല്ലാം സ്ഥലത്ത് ശക്തമായ രീതിയിൽ കാലാവസ്ഥ പ്രതികൂലമായി നിൽക്കുകയാണ്. ന്യൂജേഴ്സിയിൽ എന്താണ് സംഭവിച്ചത് അഷിത? ന്യൂജേഴ്സിയിൽ വ്യാഴാഴ്ചയാണ് ഇത്തരത്തിൽ കനത്ത മഴയുണ്ടാകുന്നത്. ന്യൂജേഴ്സിയിലും ഏതാനും ദിവസങ്ങളായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലൊരു വലിയ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പെട്ടെന്ന് ഈ മഴയും ശക്തമായ ഇടിമിന്നലും ഉണ്ടാവുകയായിരുന്നു. ഇതേ തുടർന്നാണ് 3 പേരുടെ മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 സ്ത്രീകളും 1 പുരുഷനും, ഇങ്ങനെ 3 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അവിടുത്തെ സ്ഥിതിഗതികൾ ഏകദേശം നിയന്ത്രണ വിധേയമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ടെക്സസിലാണ് ഇപ്പോൾ ഗുരുതരമായ ഒരു സാഹചര്യമുള്ളത്. ആരുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് വലിയൊരു. ശരി, വ്യക്തമാണ്. അഷിത PS ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ടെക്സസിലാണ് അതീവ ഗുരുതരമായിട്ടുള്ള സാഹചര്യം. അഷിത റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് വലിയ ദുരന്തമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. മിന്നൽ പ്രളയമുണ്ടായി. പ്രളയ മുന്നറിയിപ്പുകളൊന്നും കൃത്യമായി ലഭിച്ചിരുന്നില്ല. ഇപ്പോൾ അവിടെ സമ്മർ ടൈമാണ്. സമ്മർ ക്യാമ്പുകളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. 20 പെൺകുട്ടികളെ കാണാതായിരിക്കുകയാണ്. അതേസമയം തന്നെ ടെക്സസ് വടക്കു ഭാഗത്താണെങ്കിൽ ഒരുപാട് തെക്കുള്ള ന്യൂജേഴ്സിയിലും സമാനമായ രീതിയിലുള്ള ഒരു വലിയ പ്രതികൂല കാലാവസ്ഥ ഉണ്ടായി. പക്ഷേ അവിടെ കൂടുതൽ മരണം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ചെറിയ ആശ്വാസം.